ഹായ് ഓൾ. സോ മക്കളെ, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് എക്സാം പ്രിപ്പറേഷൻ സംബന്ധിച്ച് സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാച്ചാണ് മാത്ത് പ്രോഡിജി എന്ന് പറയുന്ന ബാച്ച്. സോ ആ ബാച്ചിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. എന്നിരുന്നാലും മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഏതൊക്കെ ടോപ്പിക് നമ്മൾ ആദ്യം പഠിക്കണം, എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസിലുള്ളൊരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. സോ ത്രൂ ഔട്ട് മക്കൾ കാണാം, എന്തെങ്ങനെയാണ് പഠിക്കേണ്ടത് മിസ് എന്ത് ചെയ്യാം ത്രൂ ഔട്ടായിട്ട് പറഞ്ഞു തരാം. അതായത് നമ്മൾ മാത്ത് പ്രോഡിജി ബാച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ കാണുന്ന പേൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഏറ്റവും താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊഡ്യൂൾ 1, അതേപോലെ മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 കാണാൻ സാധിക്കും. മൊഡ്യൂൾ 1 തന്നെ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. മൊഡ്യൂൾ 2ലും പാർട്ട് 1, പാർട്ട് 2 ഉണ്ട്. മൊഡ്യൂൾ 3ലും ഇതേപോലെ കാണാൻ സാധിക്കും. സോ എങ്ങനെ പഠിക്കണമെന്നാണ് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുക. ഞാൻ എന്ത് ചെയ്യാം, ഒരു 3 വീക്കിലേക്കുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ബാക്കി മിസ് എന്ത് ചെയ്യാം, ഒരു PDF ആയിട്ട് നിങ്ങളുടെ ബാച്ചിലേക്ക് അപ്ലോഡ് കൂടെ ചെയ്യാം. അതായത് വീക്ക് 1, വീക്ക് 2 ഒക്കെ ഓൾറെഡി കഴിഞ്ഞ് വീക്ക് 2 എത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പഠിക്കണമെന്ന ചെറിയ കൺഫ്യൂഷൻ ഉള്ള കാര്യം. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ വീക്ക് 1 എന്ന് പറയുമ്പോൾ മക്കളെ ജൂൺ 16 മുതൽ ജൂൺ 22-ാം തീയതി വരെ ആയിരുന്നു. സോ ആ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു, മൊഡ്യൂൾ 1ന്റെ പാർട്ട് 1ഉം അതേപോലെ മൊഡ്യൂൾ 2ന്റെ പാർട്ട് 1ഉം എന്ത് ചെയ്തു, കണ്ടു കഴിഞ്ഞു. കാണാന്ന് പറയുമ്പോൾ എന്താണ്, പേളിൽ പോയിട്ട് നമ്മൾ ലെക്ചറിൽ കണ്ടിട്ട് മൊഡ്യൂൾ 1ഉം പാർട്ട് 1ഉം അതേപോലെ മൊഡ്യൂൾ 2ലെ പാർട്ട് 1ഉം കണ്ടു കഴിയണം. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് മക്കൾ നോട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുവാണെങ്കിൽ കറസ്പോണ്ടിങ് സ്ലൈഡ്സ് അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നോട്ട്സ് എഴുതി സമയം കളയേണ്ട ആവശ്യം അവിടെ ഇല്ല. ആൻഡ് നെക്സ്റ്റ് വീക്ക് വരുന്നത് വീക്ക് 2 ആണ്. ജൂൺ 23 മുതൽ ജൂൺ 29 വരെയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം. ആ ഒരു സമയത്ത് മക്കൾ പഠിച്ചു തീർക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത് മൊഡ്യൂൾ 2ന്റെ പാർട്ട് 2ഉം അതേപോലെ മൊഡ്യൂൾ 3യുടെ പാർട്ട് 1ഉം ആയിരുന്നു. അപ്പോൾ ഓൾറെഡി മക്കൾ എന്ത് ചെയ്യും, ടോപ്പിക് കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി കവർ ചെയ്യാൻ വിട്ടുപോയവർ എന്ത് ചെയ്യുക, പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഇനി വരാൻ വേണ്ടി പോകുന്ന വീക്ക് എന്ന് പറയുന്നത് മക്കളെ വീക്ക് 3 ആണ്. ഇപ്പോൾ ജൂൺ 30 മുതൽ ജൂലൈ 6 വരെ ആയിരിക്കും വീക്ക് 3 വരിക. ഇപ്പോൾ വീക്ക് 3ൽ വരുമ്പം മൊഡ്യൂൾ 1ന്റെ പാർട്ട് 2ഉം അതേപോലെ മൊഡ്യൂൾ 3ന്റെ പാർട്ട് 2 മക്കൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഇപ്പോൾ മൊഡ്യൂൾ 3ൽ പാർട്ട് 2 എന്ന് പറയുമ്പോൾ പോളിനോമിയൽസ് ആണ് മെയിൻലി വരുന്നത്. ആൻഡ് മൊഡ്യൂൾ 3ൽ പാർട്ട് 2 പറയുമ്പം പ്ലെയിൻ ജോമെട്രി കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നുണ്ടാവുക. ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പഠിച്ചു വെക്കുക. ആൻഡ് വീക്ക് 3 കഴിയുന്ന സമയത്ത് അപ്പം 1, 2, 3 വീക്ക് കഴിഞ്ഞല്ലോ. ആ 3 വീക്കിന് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യുമുലേറ്റീവ് എക്സാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് 4th വീക്കിലാണ് ഉണ്ടാവുക. 4th വീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ജൂലൈ 7 മുതൽ ജൂലൈ 13 വരെയുള്ള ദിവസങ്ങളിലാണ് മക്കൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. സോ വീക്ക് 5ലേക്ക് വരുന്ന സമയത്ത് എക്സാമിന് ശേഷം വരുന്ന വീക്ക് ആയതുകൊണ്ട് തന്നെ മക്കൾ നോക്കേണ്ടത് മൊഡ്യൂൾ 3യുടെ പാർട്ട് 3ഉം അതേപോലെ മൊഡ്യൂൾ 2ന്റെ പാർട്ട് 3ഉമാണ്. ഇപ്പോൾ ടോപ്പിക്ക് വരുന്നത് ട്രിഗണോമെട്രിയുടെ ആ ടോപ്പിക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബൈനോമിയൽ തിയറത്തിന്റെ ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് സബ് ടോപ്പിക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പിൽ നോക്കിയിട്ട് പഠിക്കുക. അതിൽ ഓരോ വീഡിയോയും വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിലുള്ള വീഡിയോസ് തന്നെയാണ് എല്ലാം തന്നെ. സോ അത് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോസിൻ്റെ എണ്ണം കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു വീഡിയോ പറയുമ്പോൾ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി സാധിക്കുന്ന വീഡിയോസ് തന്നെയാണ്. ആൻഡ് വീക്ക് 6ൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജൂലൈ 21 മുതൽ ജൂലൈ 27 വരെയാണ് നോക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1ന്റെ പാർട്ട് 3 നോക്കുന്നുണ്ട്. അതായത് സെറ്റ് ആൻഡ് ഫംഗ്ഷൻ തിയറിയാണ് അവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ അവസാനത്തെ വീക്ക് ആ ഒരു കഴിയുമ്പോൾ വീക്ക് 7ലേക്ക് എത്തും. വീക്ക് 7ൽ മൊഡ്യൂൾ 3യുടെ പാർട്ട് 4ഉം മൊഡ്യൂൾ 2ന്റെ പാർട്ട് 4ഉം നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അനാലിറ്റിക് ജോമെട്രിയും അതേപോലെ തന്നെ ബൈനോമിയൽ തിയറത്തിന്റെ സെക്കൻഡ് പാർട്ടുമാണ് വരുന്നുണ്ടാവുക. ആൻഡ് ഇത് കഴിയുമ്പോൾ 7th വീക്ക് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 8th വീക്കിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ കാണുന്ന 3 വീക്കിൻ്റെയും എക്സാം ഉണ്ടായിരിക്കും. അതായത് ഓരോ 3 വീക്ക് കഴിയുമ്പോഴും നമുക്ക് എന്തുണ്ട്, എക്സാംസ് ഉണ്ട്. സോ ആ ഒരു എക്സാം കഴിഞ്ഞ ശേഷം നമുക്ക് വീക്ക് 9 അതേപോലെ വീക്ക് 10 വീക്ക് 11 ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ അത് വീണ്ടും പറഞ്ഞ് കാണിക്കുന്നില്ല. ഒരു PDF ആയിട്ട് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ 3 വീക്ക് കഴിയുമ്പോഴും മക്കൾക്ക് എന്തുണ്ട്, എക്സാംസ് ഉണ്ട്. ആൻഡ് മൊത്തം ടോപ്പിക് കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ട്, ടോട്ടലായിട്ട് ഒരു ഫൈനൽ എക്സാം കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. സോ മക്കൾ IOQM എക്സാം ഒക്കെ ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. സോ നിങ്ങൾ ഒരുപാട് സമയം എന്ത് ചെയ്യരുത്, പാഴാക്കി കളയരുത്. എല്ലാവരും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഒളിമ്പ്യാഡ് എക്സാമിന് അത്രയും താല്പര്യമുള്ള പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്നവർ ഇനിയും ബാക്കിയുണ്ട്, പുറത്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് മാത്രം മിസ് എന്ത് ചെയ്യുക, കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം. മക്കൾ ആ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതും 100% ഫ്രീ ആയിട്ടുള്ള ബാച്ച് തന്നെയാണ്. സോ ഈ നമ്പർ മക്കൾ എന്ത് ചെയ്യുക, നോട്ടീസ് ചെയ്യുക. ആൻഡ് ഇത്ര മാത്രമേ ഉള്ളൂ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കാൻ മറക്കരുത്. നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.